എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ആ എന്താ പെട്ടെന്ന് വായിക്കേ. അച്യുതൻ വെറും ഒരു ദുബായിക്കാരനല്ല. അവന് ഇഷ്ടംപോലെ അവന് ശമ്പളം. മാസം 7,000 രൂപയാണെന്നാ. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ കമലാസനൻ. കമലാസനൻ മലയാളം വായിക്കാൻ എല്ലാവർക്കും അറിയാല്ലേ. ഞാനിതൊരു 5-6 പ്രാവശ്യം വായിച്ചു നോക്കി. പിന്നെയാണ് മനസ്സിലായത്. ഷാജിയേട്ട്, നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. ഇത് ഏത് പാരലൽ യൂണിവേഴ്സിലെ കോൾമി ഷസാമിനെ പറ്റിയാണ് ഈ ബ്രോ പറയണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. ഒരു മാസം 60 ലക്ഷം രൂപ. അയ്യോ, ഇദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ്, സ്റ്റാർ ഹോട്ടൽസ്, ബാറുകൾ, എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. എന്ത് രസമായിരിക്കല്ലേ. ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാം. ഒരു മാസം 60 ലക്ഷം രൂപ. എന്തൊക്കെ ചെയ്യാം. ഒരു മാസം 60 ലക്ഷം രൂപ. എന്തോ ഒരു ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എന്താട്ടാ? ഈ ലോകത്തുള്ള എല്ലാ ടെക്ക് മേടിക്കാം, റോൾസ് റോയ്സ് മേടിക്കാം, സ്വന്തമായിട്ട് വീട്. എനിക്ക് പുതിയായിട്ട് പാടില്ല. ഇതൊക്കെ തന്നെയാണ് എന്റെ ആഗ്രഹോടെ. പക്ഷെ ഇതിലൊരു കറക്ഷൻ ഉണ്ട്. അംബാനിയുടെ മോനല്ല ഞാൻ. അംബാനിക്കൊപ്പം പണക്കാരനാണ്. ഇങ്ങനെയൊക്കെ കാശ് കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ ഏത് റേഞ്ചിൽ നിന്നേനെന്നറിയോ. ഒരു മാസം 60 ലക്ഷം രൂപ. സൂപ്പർ.